ഹമാസ് പോരാളികൾക്ക് ചികിത്സ നൽകുന്നത് തങ്ങളാണെന്ന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഹമാസുമായിട്ടുള്ള ബന്ധത്തിനപ്പുറമായ രീതിയിൽ അവർക്ക് യുദ്ധമുഖത്ത് പരിക്കേൽക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിരിക്കുന്ന ചികിത്സ നൽകാൻ എല്ലാ സംവിധാനവും തുർക്കി ആരംഭിച്ച വിവരം പുറത്തു പറയുന്നത്. വലിയ നിരീക്ഷണങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയിരുന്നു. എങ്ങനെയാണ് പരിക്കേറ്റവരെ ചികിത്സിക്കുന്നത്, അതല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഇവരുടെ ബന്ദികളൊക്കെ ഒളിച്ചിരിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പഠനം നടത്തിയിട്ട് അവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ പരിക്കേൽക്കുന്നവരെ തുർക്കിയിലെത്തിക്കാനുള്ള വലിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് എന്നതാണ് ലോകം അത്ഭുതപ്പെടുന്നത്. ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ചുറ്റുഭാഗം 4 ഭാഗവും ഇസ്രായേലിന്റെ സുരക്ഷിത മേഖലയാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അവരുടെ സമ്മതമില്ലാതെ ഒരു ജീവിക്ക് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള കോൺവേ അവിടെ ഉണ്ട്. അതിന്റെ ഇടയിൽ എങ്ങനെയാണ് പരിക്കേറ്റിരിക്കുന്ന ഹമാസിന്റെ ആളുകളെ തുർക്കിയിൽ എത്തിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ രീതിയിലുള്ള ഉത്തരം തന്നെ കിട്ടുന്നില്ല. 2 രാജ്യങ്ങൾ അതിർത്തി കടന്നിട്ടാണ് തുർക്കിയിൽ എത്തേണ്ടത്. ലെബനാൻ കഴിഞ്ഞു, ലെബനാന്റെ കടലിടുക്കിലൂടെ ഒന്നുകിൽ സിറിയ വഴി അല്ലെങ്കിൽ ലെബനാന്റെ കടലിടുക്കിലൂടെ നേരെ പോയിട്ടാണ് ഇവിടെ എത്തേണ്ടത്, തുർക്കിയിൽ എത്തേണ്ടത്. 1100 കിലോമീറ്റർ എങ്കിലും വൈദൂരം ഗസയിൽ നിന്ന് തുർക്കിയിലേക്ക് കണക്കാക്കുന്നു. ഇത്രയും കിലോമീറ്റർ വൈദൂരത്തിലൂടെ കരമാർഗം പോകാൻ വേണ്ടി ഇസ്രായേൽ സമ്മതിക്കില്ല, കടൽ മാർഗം പോകാൻ വേണ്ടി സമ്മതിക്കില്ല, വിമാനമാർഗം ആകാശമാർഗം പോകാൻ വേണ്ടി സാധിക്കില്ല. കടൽ മാർഗം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണവും ഇസ്രായേലിന്റെ കൈവശത്തിലാണ്. കര എന്ന് പറയുന്നത് ഗസ മുഴുവനും ഇപ്പോൾ ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ്. അവരുടെ സൈനിക മേധാവിത്വമാണ് ആ പ്രദേശത്ത് മുഴുവനും ഉള്ളത്. ആയതിനാൽ അവിടെ നിന്ന് ഒരാൾക്ക് പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്, നടക്കാത്ത കാര്യമാണ്. പിന്നീട് ആകാശമാണ്. ആകാശത്തിന്റെ നിയന്ത്രണവും ഇസ്രായേലിന്റെ കൈവശത്തിലാണ്. പരിചയമില്ലാത്ത ഒരു വിമാനമോ ഹെലികോപ്റ്ററോ പോവുകയാണെങ്കിൽ അവർ വെടിവെച്ചിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും 1000-ലധികം ഹമാസിന്റെ പോരാളികളെ തങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ പറയുമ്പോൾ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറമായ രീതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കടലിന്റെ അടിയിലൂടെ ഇപ്പോൾ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഒരിക്കലും അക്കരെ മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല 1160 കിലോമീറ്റർ എങ്ങാനാണ് പറയുന്നത് ഗസയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള വൈദൂരം. അത്രയും ഭാഗത്ത് തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ അവിടെ എത്തിയത് എന്നുള്ളതാണ്. അതാണ് ഇസ്രായേലിനെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യത്തിന്റെ നേതാവുമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് നേരിട്ട് കൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യം വലിയ വിവാദമായിരുന്നു. ഇതേ പരാമർശം UN സഭയിൽ വെച്ചും തുർക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ഭീകര രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനി ഇസ്രായേലാണ് എന്നുള്ളതും അതിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ലോകത്തിന്റെ ആവശ്യമാണ് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ശത്രുപക്ഷത്തിനോട് കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞ തുർക്കി വെറുതെ അഭിപ്രായങ്ങളാണ് പല ഘട്ടങ്ങളിലും പറയാറുള്ളത്, പ്രവൃത്തി ചെയ്യാറില്ല എന്നൊരു പരാമർശം തുർക്കിക്കെതിരെ ഉണ്ടായിരുന്നു. ഇറാൻ പറയുന്ന പോലെ ഇറാൻ ചെയ്യാറുണ്ട് എന്നുള്ളതും, ഇറാനാണ് ഈ മലീഷ്യ വിഭാഗത്തിന് മുഴുവനും ആയുധങ്ങളും സംവിധാനങ്ങളും നൽകുന്നത് എന്നതിനാൽ ഹമാസുമായിട്ടുള്ള ബന്ധവും മറ്റ് മലീഷ്യ വിഭാഗവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയാവുന്നതാണ്. തുർക്കിയുമായി ഇതിന്റെ ഇടയിൽ 2 പ്രാവശ്യം ഇറാന്റെ പ്രസിഡന്റും ഇറാന്റെ പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയതും വലിയ രീതിയിൽ വിവാദമായിരുന്നു. മാത്രവുമല്ല അവർ തമ്മിൽ സംസാരിച്ച കാര്യകാരണത്തെക്കുറിച്ച് പല മീഡിയക്കാരും അന്വേഷിച്ചിട്ട് 2 ഭരണാധികാരിയും അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. നിലവിലുള്ള മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ സമാനമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും ഇനി മുന്നോട്ട് ഈ യുദ്ധം നീങ്ങിപ്പോയാൽ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഏകദേശം ഒരു രൂപമായിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ യഥാർത്ഥത്തിൽ തുർക്കി കൃത്യമായ രീതിയിൽ ഹമാസിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ആദ്യം തന്നെ അംഗീകരിച്ചത് ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒന്ന് മലേഷ്യയാണ്, മലേഷ്യക്ക് ശേഷം തുർക്കിയാണ്. അവര് സ്വാതന്ത്ര്യ പോരാട്ടമാണ് നടത്തുന്നത് എന്ന UN സെക്രട്ടറി ജനറലിന്റെ അഭിപ്രായത്തോടനുബന്ധിച്ച്, ആന്റണിയോ ഗുട്ടറസിന്റെ അഭിപ്രായത്തോട് അനുബന്ധിച്ചാണ് തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ ഈ നിലപാട് പറഞ്ഞത്.
അപ്പൊ അവരെ പിന്തുണക്കുക എന്ന് പറയാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു കൂട്ടം സായുധ വിഭാഗത്തെ പിന്തുണയ്ക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ആവശ്യമാണ്. ഇസ്രായേൽ പിരിഞ്ഞു പോവുക എന്നല്ലാതെ ഇവിടെ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒരിക്കലും ഇസ്രായേലിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഏത് തരത്തിലുള്ള യുദ്ധം നടത്തിയാലും അവർക്കൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് പോലും തുർക്കി തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ ചർച്ച വന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നു എന്നുള്ളത്. ഇതിനു മുൻപ് ഭക്ഷ്യധാന്യങ്ങളുമായി തുർക്കിയുടെ കപ്പലെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം തടയുകയും തിരിച്ചയക്കുകയും ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു, കയറ്റുമതിയും ഇറക്കുമതിയും അവസാനിപ്പിച്ചു, ഈ അംബാസഡർമാരെ തിരിച്ചു വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. അങ്ങനെ അവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഇറക്കുമതി ഇവിടെ തുർക്കിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വർഷാന്തം നടത്തുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലുള്ള ഇറക്കുമതി ആശ്രയിച്ചാണ് ആ രാജ്യം തന്നെ നിലനിൽക്കുന്നത്. ഇരുമ്പ് പോലെയുള്ള കോപ്പർ പോലെയുള്ള സാധനങ്ങൾ മുഴുവനും മറ്റ് രാജ്യത്തെ ആശ്രയിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുക. അതെല്ലാമാണ് ഇവിടെ തുർക്കി നിർത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ അതിനോടനുബന്ധിച്ചൊന്നും പരാമർശിക്കാത്ത ഒരു ഭാഗമാണ് ഹമാസിനെ ഇത്ര രീതിയിൽ പരസ്യമായി സഹായിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായിരിക്കുന്ന മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അവന്റെ മറുപടി ഏത് തരത്തിലാവും എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് പിന്നീട് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഇതിന് പ്രത്യാക്രമണമോ അല്ലെങ്കിൽ അതിനുള്ള മറുപടിയോ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗസയുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളിലെ ഏകദേശം 10-20% മാത്രമാണ് ലോകം കാണുകയും അറിയുകയും ചെയ്യുന്നത്. അത്ഭുതപരമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഗസയുടെ അകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഹമാസിന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് അവർ ഒളിച്ചിരിക്കുന്ന താവളങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീടുള്ളത് ബന്ദികൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ പറയപ്പെട്ട കാര്യം, ഹമാസിന്റെ സൈനികർക്ക് പരിക്കേൽക്കുന്ന സമയത്ത് അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും തുർക്കിയിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, 1000-ലധികം ഹമാസിന്റെ ആളുകൾ ഇവിടെ ചികിത്സ തേടിയിരിക്കുന്നു എന്നുകൂടി പറയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന പല സംഭവത്തെക്കുറിച്ചും ഇപ്പോഴും വലിയ ഞെട്ടലാണ് ലോകത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞതോടുകൂടി, അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞതോടുകൂടി യുദ്ധം പുതിയൊരു രീതിയിലേക്ക് മാറുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.